ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ചതുരപ്പയറിൻ്റെ തൈയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നേരത്തെ 2 ചതുരപ്പയർ കിട്ടിയായിരുന്നു. പിന്നെ ഈ ചെടി വന്നിട്ട് ഒരുമാതിരി യെല്ലോ ഷെയ്ഡായിട്ട് വന്നു. ഇപ്പോൾ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇന്ന് ആ ചതുരപ്പയർ പറിക്കാൻ പോവാണേ. അപ്പം ഈ ചതുരപ്പയർ എടുത്തു. മൂന്ന് ചതുരപ്പയർ കിട്ടി നമുക്ക്. പിന്നെ നമ്മുടെ കണ്ടു വഴുതിന ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനത്തെ വഴുതിനയാണ് ഇപ്രാവശ്യം. മൂത്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ ഇത്ര വലിപ്പമൊക്കെ വയ്ക്കുള്ളൂ. കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വഴുതിന എടുക്കണം. ഇനി വെണ്ടയ്ക്ക, പയർ ഒക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം. ഇത് വെണ്ടയ്ക്ക ഇത് ആയി വരുന്നേ ഉള്ളൂ. ഇതാ പാവലിൽ നിന്ന് കിട്ടി. പച്ചമുളകുണ്ട്. പിന്നെ അടുത്ത സെറ്റ് വഴുതിനയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതാ വെണ്ടയ്ക്ക കായ്ച്ചു. പിന്നെ ഒരു സന്തോഷം, എന്താ ചട്ടിയിൽ വെച്ച് നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അത് ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാ ഒരു 3 മുരിങ്ങയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. ചെടിയൊക്കെ ഇങ്ങനെ ഇതായി തുടങ്ങി, വാടിത്തുടങ്ങി. എന്നാലും അത് മൂത്ത് കിട്ടുമെന്ന് വിചാരിക്കണം. ഇതൊന്ന് വെച്ചതിലുള്ള ഒരു കേബേജ് അല്ലേ ഇട്ടത്? അതെ, കേബേജാണ്. അത് വളക്കുറവ് കൊണ്ടാണോന്നറിയില്ല. മറ്റേതൊക്കെ നമ്മൾ 2 എണ്ണം പറിച്ച് കറി വെച്ചു. ഇതെന്തോ അങ്ങനെ നിൽക്കുന്നു. വഴുതന, അതിനകത്ത് മുളകുണ്ട്. അതുപോലെ തന്നെ അല്പം കൂവയുടെ ഇതാണ്. അന്നൊക്കെ ഗ്രോ ബാഗ് കുറവായതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് വെച്ച് പുതിയ വെണ്ടയ്ക്ക തൈയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വഴുതിനയുണ്ട്, അടുത്ത കേബേജ്, പയറുവള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ വേപ്പും കുറച്ചൊക്കെ എല്ലാം ഡാമേജായി തുടങ്ങി. ഇനിയിപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു നല്ല തൈയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷിച്ചെടുക്കണം. പിന്നെ എൻ്റെ സ്ട്രോബെറിയുടെ മദർ പ്ലാന്റാണ് ഈ കാണുന്ന വലിയ പോട്ടിലുള്ളത്. അതിൽ നിന്ന് ചെറിയ പോട്ടിലേക്ക് അതിൻ്റെ വള്ളികൾ പിടിച്ച് വെച്ച് ഉണ്ടാക്കിയ പുതിയ ചെടിയാണിത്. പിന്നെ ഇതാ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അമരക്കയിൽ ഇതാ നിറയെ കാ പിടിച്ചു. ഇത് എന്തമരയാണെന്ന് അറിയില്ല, എനിക്ക് പേരറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ ധാരാളം കറിയൊക്കെ വെച്ച് കഴിച്ചിട്ടുള്ളതാണ്. ഇത് കടയിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ മേടിക്കാറില്ല. കാരണം ഇത് കാണാറില്ല. മലക്കറി കടയിൽ വളരെ റെയറായിട്ടേ കാണുള്ളൂ. അപ്പോൾ ഇതിലിങ്ങനെ നിറയെ കാ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷം. അത് എനിക്ക് തോന്നുന്നു ഈ ചെടി ഞാനിവിടെ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇതുപോലെ പിടിച്ച് കിട്ടുന്നത്. വെച്ചിട്ടുണ്ടെങ്കിലും പിടിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാ 2-3 ഗ്രോ ബാഗിലായിട്ട് വെച്ചിട്ടുള്ള ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഇന്ന് നമുക്ക് ഒരു കറിക്കല്ല 2 ദിവസത്തേക്കുള്ള പിന്നെ അമരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ ഒരു സന്തോഷം, നമ്മുടെ പുതിയ പാവൽ തയ്യൽ ഒരു നീളൻ ടൈപ്പ് പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ. അപ്പോൾ നമുക്കിന്ന് വിളവെടുപ്പിന് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് ചീരയുണ്ട്. കോവയ്ക്ക അവിടെയും കുറച്ച് കോവയ്ക്ക നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ. ഇതൊക്കെ ഇനി പറിച്ചെടുത്തില്ലെങ്കിൽ മറന്നുപോകും. അടുത്ത പിന്നെ കാബേജ്, ഇതും പിന്നീട് നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ആകും. ഇപ്പോൾ ഒരു 3 കാബേജ് എടുക്കാൻ കണക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കറിവേപ്പ് നല്ല രീതിയിൽ നിൽക്കുന്നു, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ. പിന്നെ നമ്മുടെ ചെടികൾക്ക് കേട് വരാതിരിക്കാനായിട്ട് നമ്മൾ ഒരു ചെണ്ടുമല്ലി ചെടി ഒന്നല്ല, ഒരു 3 എണ്ണം പൂത്തത് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ താഴേക്ക് കൊണ്ടുപോയി ഞങ്ങൾ മതിൽ വെച്ചതാണ് ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇത്. കൂവയാണ്. അപ്പോൾ ബാക്കി വഴുതിനയും വെണ്ടയ്ക്കയും അതുപോലെ തന്നെ ഉള്ളിപ്പൂവ് ഉണ്ടായിട്ടുണ്ട്. ഉള്ളിപ്പൂവ്. ഇനി വേറൊരു ഗ്രോ ബാഗിലും കൂടെ ഉള്ളിപ്പൂവ്, നമ്മുടെ വെളുത്ത പച്ചമുളക്, അതായത് വെളുത്ത കാന്താരി, നിറയെ തക്കാളി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറി വേസ്റ്റിൽ നിന്ന് നമ്മൾ വളം ഉണ്ടാക്കി, അതുപോലെ തന്നെ ഫിഷ് അമിനോസിഡ് ഒക്കെ മാത്രമാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. വേറെ യാതൊരു തരത്തിലുള്ള കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന മലക്കറികളാണ് കാണുന്നത്.
കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ സന്തോഷങ്ങൾ. നമ്മൾ ഇതാ അടുത്ത റെഡി ആയിരിക്കുന്ന കാബേജാണ് ഈ കാണുന്നത്. വെണ്ട ഒക്കെ നന്നായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും 1-2 കാബേജുകൾ റെഡി ആയിട്ടുണ്ട്. കാബേജ് അല്ലേ. അപ്പോൾ ഇത് 3 ഉപയോഗിച്ച് തീരുമ്പോഴേക്കും അടുത്ത 2-3 എണ്ണത്തിലും കൂടി ഉള്ളത് റെഡിയാകും. അപ്പോൾ ഇത് മണിത്തക്കാളിയാണ്. മണിത്തക്കാളിയിലും തക്കാളി ഉണ്ടായി. ഇതാ ഒരു ഓറഞ്ച് കളറ്, ഇത് നീല കളറാണ്. നീല കളറ് മണിത്തക്കാളി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ സന്തോഷം. പിന്നെ നമ്മുടെ അകത്തിപ്പൂവ്, ഇത് അകത്തിപ്പൂവ് ഉണ്ടാവുന്നുണ്ട്. കുറച്ചാ എന്നാലും ചെറിയതായിട്ടൊക്കെ പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു 2-3 ദിവസത്തെ ഫ്ലവർ എടുത്ത് വെച്ചാൽ ഒരു തോരനായി. ഇതാ ഉള്ളിപ്പൂവ്. അപ്പം ഉള്ളിപ്പൂവ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. പിന്നെ പുതിയ പച്ചമുളകിൽ പുതിയ പച്ചമുളക് പിടിച്ച് വരുന്നു. ഇതൊരു വേറെ ടൈപ്പാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടൈപ്പുകളല്ല, ഇത് വേറൊരു ടൈപ്പ് മുളകാണ്. കണ്ടോ. അപ്പോൾ ഇതൊക്കെ സന്തോഷം. ഇത് നമ്മളുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് മധുരക്കിഴങ്ങാണ്. അതും പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ കാന്താരി. അപ്പം ഇതാ സ്ട്രോബെറി വേറെ നമ്മളുടെ മദർ പ്ലാന്റിൽ നിന്ന് വേര് പിടിപ്പിച്ചെടുത്തതാണ്. ഇതാ സ്ട്രോബെറിയിൽ ഇത് പഴം ഉണ്ടായിരിക്കും. ഉണ്ടോ. അപ്പോൾ സ്ട്രോബെറി ഇങ്ങനെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 2-3 സ്ട്രോബെറി പഴം താഴെ കൊണ്ടുവച്ചൊരു തൈയിൽ നിന്ന് കിട്ടി. അപ്പോൾ ഒരു 4-5 പോട്ടിൽ നമുക്ക് ചെടി പിടിപ്പിക്കാനായിട്ട് സാധിച്ചു സ്ട്രോബെറി മദർ പ്ലാന്റിൽ നിന്ന്. ഇതാ ഇതിനകത്ത് ഉണ്ടായിരുന്നത് നമ്മൾ പറിച്ചെടുത്തു. ഇനി ഉള്ളിപ്പൂ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതിനകത്ത് തക്കാളി, വെണ്ട, വഴുതന. അപ്പം നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട മലക്കറികൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ കൂടാതെ നമ്മുടെ പുതിന, ഫ്രഷ് പുതിന, അത്യാവശ്യം കുരുമുളക് ഇതിലുണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലെ വിശേഷങ്ങൾ. ഓക്കേ. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.